വെൽക്കം ടു ഫുഡിൻഷി. ഞാനിത് ഇവിടെ ഒരു കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. വൈകുന്നേരം ചായക്കോ എന്തിനു വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഒരു ഈവനിങ് സ്നാക്ക് ആക്കിയിട്ടൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കഴിക്കാം, അതല്ല ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് ഒന്ന് ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അതിലേക്ക് ഞാൻ മൈദ, അരിപ്പൊടി, കോൺഫ്ലവർ ഇതൊക്കെ ഈ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയുണ്ട്, എരിവുള്ള 1 ടീസ്പൂൺ കാശ്മീരി മുളകുണ്ട്. ഇത് രണ്ടും 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് മഞ്ഞളുടെ ആവശ്യമുണ്ട്, ഉപ്പുണ്ട് വേണം. പിന്നെ ഇത് നമുക്ക് ഒന്ന് നല്ല മഞ്ഞളും ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിപ്പിച്ചെടുക്കാനുണ്ട്. ആദ്യം നന്നായി വാഷ് ചെയ്യണം, എന്നിട്ട് വേവിപ്പിച്ചെടുക്കാം. ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിപ്പിച്ചെടുക്കാം, എന്നിട്ട് പൊരിച്ചെടുക്കാം. ഇതൊക്കെ തട്ടി വെക്കാം. എന്നിട്ട് മുഴുവൻ വേണമെങ്കിൽ മുഴുവൻ എടുക്കാം, അതല്ലെങ്കിൽ പകുതി വേണമെങ്കിൽ പകുതി എടുക്കാം. ഇതേപോലെ എല്ലാം കൂടെ വിരിച്ചെടുക്കുക. ഈ രീതിയിൽ എല്ലാം കൂടെ വിരിച്ച് ഒന്ന് മഞ്ഞളൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്തിട്ട് എന്നിട്ട് വേവിച്ചെടുക്കാം. ഇത് ഈ വെള്ളത്തിൽ കൊണ്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഊറ്റിയെടുക്കാം. ഇത് പൊരിക്കേണ്ടതല്ലേ. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വേവിപ്പിച്ചെടുത്താണ്. അപ്പോൾ ഞാനിത് കോളിഫ്ലവറൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിലേക്ക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. നോക്കിയിട്ടൊക്കെ ഉപ്പിടാവുള്ളൂ, കൂടിപ്പോകും. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൊടുക്കാം. കുരുമുളകിട്ട് മുളക്, കാശ്മീരി മുളകുണ്ട്, എരിവുള്ള മുളകുണ്ട്, 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ, അത്ര ആവശ്യമുള്ളൂ. പിന്നെ ഇത് കുറച്ച് സോസ്, ഇത് ഉണ്ടോ ഈ സോസാണ് മസ്റ്റേർഡിൻ്റെ. ഇത് ടേസ്റ്റ് ഉണ്ടാവും, ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ ഇത് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി. ഇത് ടൊമാറ്റോ സോസ്. ഇനി ഇത് നമുക്ക് ചേർത്ത് വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി ചേർത്തെടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് മുക്കിയെടുക്കേണ്ടതല്ലേ. ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ചേർത്തെടുത്ത് കട്ടയിലായിട്ട് ആദ്യം ഇത് ഡിപ്പ് ചെയ്യാം. എരിവുള്ള മുളക് വേണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എരിവ് കൂടിയിട്ട് ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്.
ഇത് ബ്രെഡ് ക്രംസ് ആണ്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ ഞാൻ ചെയ്ത പോലെ എല്ലാം ചെയ്തെടുക്കാം. ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം അതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, ഞാൻ അടുത്ത് വെച്ച കൂട്ട് കറക്റ്റാട്ടോ. അത് ഞാൻ തുടച്ചെടുത്ത് ലാസ്റ്റ് വെള്ളം മുക്കിയെടുത്തിട്ടുണ്ട്. അത്ര കൂട്ടെടുത്താൽ മതി. ഞാൻ വെച്ച കോളിഫ്ലവറിന് നമുക്കിത് പൊരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കി വെച്ചതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വെച്ചാൽ മതി. എല്ലാം ഇതിലേക്ക് പൊത്തി പൊത്തി വെച്ചെടുക്കാം. മൊരിയട്ടെ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ലോണം മൊരിയട്ടെ. തിരിച്ച് വെച്ച് കൊടുക്കാം. മരുന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് തിരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ വശം നന്നായി മരുന്ന് നമുക്കിതെടുക്കാം. മൊരിയട്ടെ. മരുന്നതിൻ്റെ ശേഷം കിടക്കാം. നല്ലോണം മരുന്ന് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ല ഉണ്ടാവും. നല്ല മണം ഉണ്ടാവും. ആദ്യം വെച്ചിട്ട് നമുക്ക് എടുക്കാം. നമുക്കിതൊക്കെ പൊടിയേക്കാം. നമ്മൾ എണ്ണ ഇട്ടെടുത്തതായിട്ടുണ്ട്. നമുക്ക് പാചകം സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ്. വൈകുന്നേരം ചായക്കോ എന്തിനാണെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ സൈഡാക്കിയിട്ട് ചോറിൻ്റെ കൂടെ വെക്കുകയും ചെയ്യാം. പൊരിച്ചതൊക്കെ അതൊക്കെ ഒന്നിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം. ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം. ഉണ്ടോ, ഞാൻ പേപ്പർ വെച്ചിട്ട് കിച്ചൺ പേപ്പർ ഉണ്ടെങ്കിൽ അതിലേക്ക് വെച്ചിട്ട് പൊരിച്ചതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഓയിലൊക്കെ അതിനങ്ങ് പിടിച്ചോളും. ഓയിലൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. ഫേസ്ബുക്കും ഫോളോ ചെയ്യണം. ഒരു ഹൈപ്പ് എന്നൊരു ചിഹ്നമുണ്ട്, അതുമേൽ ഒന്ന് ഹൈപ്പ് ചെയ്യും വേണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഇൻസ്റ്റാഗ്രാമുണ്ട്, എല്ലാത്തിലും ഉണ്ട്. എല്ലാം നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടാത്ത ഭക്ഷണമൊന്നുമില്ല, ഒക്കെ ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.